ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാറുള്ള ടൈമിൽ ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയേക്കാണ്. പിന്നെ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ നേരത്തെ അല്ല, ശരിക്കും പറഞ്ഞാൽ നേരത്തെയാണ് ഇറങ്ങേണ്ടത്. പിന്നെ സാധാരണ ഞാൻ ഇറങ്ങാറുള്ള ടൈം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം. നമ്മൾ യാത്ര ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒല ക്യാബ്സ് നമുക്ക് യൂബറിൽ നിന്ന് ഇത് കിട്ടാനുണ്ട്, പൈസ ഇങ്ങോട്ടേക്ക് റിട്ടേൺ കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ യൂബറിൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് സംഭവം നോക്കട്ടോ. അത് ഒരുപാട് സമയം ഇന്നലെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഒരു ബ്രേക്ക് ഡൗൺ ആക്സസ് പ്രതിവാര പ്രസ്താവന നോക്കട്ടെ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത്. ഇമെയിൽ ഐ ഡിയൊക്കെ ചോദിക്കണ്ടല്ലോ. ആ ഇമെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. വേണ്ട, ഏറ്റവും സമയം ഇന്നത്തെ ട്രിപ്പ് ചിലപ്പോൾ ഏതെങ്കിലും ഫോണിലോട്ടൊക്കെ കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ യൂബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ട്രിപ്പല്ല, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ മൊത്തം കിലോമീറ്റർ 1,26,479. ഇത് 1,27,320 ആകുമ്പോഴത്തേക്കും നമുക്ക് സർവീസിന് പറ്റണം. അതായത് അപ്പോൾ ഇനി ഏകദേശം 120 പറയുമ്പോൾ ഏകദേശം 900 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട്. ഞാൻ ഇന്നലെ 200 ആണെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഇന്ന് നമുക്ക് ഇത് എഴുതിയിട്ടുണ്ടാവും, കണ്ടില്ലേ, എത്രയിലാണ് സർവീസ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അടുത്ത വർഷത്തൊക്കെ നമ്പർ കൊടുത്തേക്കണം. പക്ഷെ നമ്മുടെ ടാക്സി വണ്ടികൾക്ക് അത് ബാധകമല്ല കേട്ടോ. അത് ടാക്സി വണ്ടികൾ ചിലപ്പോൾ 2 മാസം അങ്ങോട്ടും കൂടുമ്പോൾ നമുക്ക് സർവീസിന് പറ്റേണ്ട അവസ്ഥ വരാറുണ്ട്. ഏകദേശം ഒരു ദിവസം അത്രയ്ക്കും നല്ല കിലോമീറ്റർ ഓടണം. നമ്മൾ ഏകദേശം നല്ല സീസൺ ടൈം ആണെങ്കിൽ ഏകദേശം 200-200 മേളിലേക്ക് വരെ പോയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ. അതേ സമയം അത് മാത്രമല്ല, നല്ല കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട്. ഏകദേശം 300 മേളിലേക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് കണക്ട് ചെയ്ത് പിന്നെ അങ്ങനെ പല സാഹചര്യങ്ങളിലും പല ഇതായിരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് സർവീസിൻ്റെ ടൈം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ്. നമുക്ക് ഡീസൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം 500 രൂപക്കുള്ള മീൻസ് ഒരു നല്ലൊരു ട്രിപ്പ്, ഏകദേശം 1,500 രൂപക്കുള്ള ഓടാനുള്ള ട്രിപ്പ് ഡീസലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും MC ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് യൂബറിൽ ആദ്യത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അടുത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 295 രൂപയാണ് കിട്ടിയേക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ട്രിപ്പുകൾ എങ്ങോട്ടൊക്കെയാണെന്ന് ഇനി കണ്ടിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യണതാണ്. ആഹാ, എന്താണല്ലേ ആ കറക്റ്റ് സമയത്ത് മഴയും അതിൻ്റെ ഒപ്പം ട്രെയിനും. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പച്ചാളം മറ്റേ വടുതല ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ്, നമ്മുടെ ലൂർദിൽ നിന്ന് വന്ന വഴിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റേ നേരത്തെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരം ഇപ്പോൾ വെട്ടി മാറ്റി. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് സ്ഥലം കിട്ടിയതിൽ ഞാൻ കയറിയിരുന്നു. ഇതിപ്പോൾ മരമില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി നിർത്തിയിടാമല്ലോ. നല്ല ഗ്യാപ്പുണ്ട്. ഞാനിപ്പോൾ ഏകദേശം റോട്ടിൽ നിന്ന് നല്ല വണ്ടി കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ്, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിലും തിരക്ക് കുറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അധികം വണ്ടികൾക്കും ഇവിടെ സ്റ്റോപ്പും കുറവാണ്. അതായത് എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ അധികം
യാത്രക്കാരും അങ്ങനെ പിക്ക് ചെയ്യാനുള്ള യാത്രക്കാരും കുറവാണ്. ഞാനിവിടെ വന്നിട്ട് ആകപ്പാടെ ഏകദേശം 3.5 വർഷം യൂബറിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് ഇവിടുന്ന് പിക്കപ്പ് കിട്ടിയിട്ടുള്ളൂ. അത്രയ്ക്കും തിരക്ക് കുറഞ്ഞൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇവിടെ സാധാരണ ടാക്സിക്കാർ വന്നത് പാർക്ക് ചെയ്യാൻ, അതായത് വെയിലൊന്നും കൊള്ളാതെ നന്നായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്യാപ്പുണ്ട്. അപ്പോൾ അധികം വണ്ടി ഓട്ടം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈഡിൽ നന്നായിട്ട് പാർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ആ ഏരിയ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സ്ഥലമുണ്ട്. പക്ഷേ നമുക്കിവിടെ കയറ്റിയിടാനായിട്ട് സ്ഥലമുണ്ട്. പക്ഷേ ഇത് ഉള്ളിലേക്ക് വീടുകളൊക്കെ ഉണ്ട്, അതാണ് പാട്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. അതാണ് ഞാനിവിടെ സൈഡായിട്ട് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് 893 രൂപ യൂബറിൽ കിട്ടിയിട്ടുണ്ട്. 893 രൂപ യൂബറിലും 262 രൂപ എന്തുപറ്റി 200 ചില സമയത്ത് 262 രൂപ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. യാത്രയിലും കിട്ടിയിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ 23 കിലോമീറ്ററിന് 23 രൂപ വെച്ചാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാഭമായിരുന്നു. കാരണം നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ യാത്രയിൽ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ മൊത്തം 262 രൂപ യാത്ര. അപ്പോൾ ഏകദേശം 1150 ആ റേഞ്ച് എത്തിയിട്ടുണ്ട് ഏകദേശം. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല നല്ല തണലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ആപ്പെല്ലാം ഓഫ് ചെയ്തൊക്കെ ഉണ്ടോ, യൂബറൊക്കെ ഓഫ് ചെയ്തൊക്കെയാണ്. അപ്പം നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് എടുത്തിട്ട് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയത്. പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന വണ്ടികളിൽ ഒരെണ്ണം, അതായത് വലിയ വണ്ടി ഒരെണ്ണം കിടക്കണ്ടായി. ആ വണ്ടി ട്രിപ്പ് വന്നപ്പോൾ പോയായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കയറ്റിയിട്ട്, എന്നിരുന്നാലും അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇത് വിൻഡോ കയറ്റിയിട്ടിരിക്കുക, അതുകൊണ്ടാണ് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത്. വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നിലവിലെല്ലാ ആപ്പുകളും ഓണാണ് കേട്ടോ. യൂബർ, യാത്രി, ഓല എല്ലാം ഓൺ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ട്രിപ്പിനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്തിട്ട് ഇതുവരെയായിട്ടൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ അവിടെ കിടന്നിട്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത്, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് കിടന്നപ്പോൾ. പിന്നെ പതിയെ ഇങ്ങോട്ടേക്ക് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. കാരണം വെയിൽ ഒരുവിധം ആറിയിട്ടുണ്ട്. ഇപ്പോൾ അതെ നമ്മുടെ പഴയ ഓൾഡ് NH-ലാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുവരെ ഇപ്പം സമയം നോക്കിയേ, എത്ര മണിയായിരുന്നു? 4:20. ഇത്ര നേരമായിട്ടൊന്നും അടിച്ചിട്ടില്ല. അത് നമുക്കിപ്പോഴും 893 രൂപയ്ക്ക് യൂബറിൽ തന്നെ നിൽക്കുകയാണ്. രാവിലെ തൊട്ട് ഉച്ച വരെ 1 മണി വരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓട്ടം ഉണ്ടായി. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് അത്ര മൂവിങ് ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോഴും വെയിറ്റിംഗ് തന്നെയാണ്. ഏകദേശം എങ്ങനെ കിട്ടും, ആറ്റോറ്റ് കിട്ടിയിട്ട് ഏറ്റവും സാറേ ലോങ് വല്ലതും കിട്ടിക്കഴിഞ്ഞിട്ട് റിട്ടേൺ കാലി അടിച്ച് വരേണ്ട അവസ്ഥ വരാതിരുന്ന മതിയായിരുന്നു. അതാ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ട്രിപ്പ് പോലും നമുക്ക് അടിച്ചിട്ടില്ല. ഇപ്പോൾ അത് കാരണം ഞാൻ 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോം ഡെസ്റ്റിനേഷൻ വെച്ച്. കാരണം വെച്ചാൽ ഇനി അടിച്ചാൽ തന്നെ നമുക്ക് റിട്ടേൺ വീട്ടിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കണത് എടപ്പള്ളി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഇനി അമൃതയിൽ നിന്ന് വല്ല ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ പോവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോട്ടെ, ഞാൻ എൻ്റെ ഹോം ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ട, ഏതെങ്കിലും തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലത്തേക്കെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഒരു മൂവിങ് ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡെസ്റ്റിനേഷൻ ഇടുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഏകദേശം 2 മണിക്ക് ശേഷം കണ്ടോണ്, 2 മണി 2:30 കണ്ടോ എപ്പോഴും കണ്ടോണ്
ഓൺലൈനാക്കിയത് തന്നെ. എന്നിട്ട് പോലും ഇത്ര നേരമായിട്ട് വൈകുന്നേരമായി, സ്കൂൾ ടൈമും കഴിഞ്ഞ് മറ്റേ ഇതും ഓഫീസ് ടൈമും ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. കുറേ വണ്ടികൾ ഇപ്പോൾ ഇവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര്, അതായത് ഞാനിവിടെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കണ്ടായി. അത് ഇപ്പോഴാണ് ഔട്ടായി പോയത്. കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല പോലെ, അതെ ഉച്ചയ്ക്ക് ശേഷം ട്രിപ്പ് മോശമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടാണ് ട്രിപ്പ് അടിച്ചത്. എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല ട്രിപ്പായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടൊക്കെയാണ്, എല്ലാ ആപ്പുകളും ഹോം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കൊച്ചി സിറ്റിയുടെ ഉള്ളിലേക്ക് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിട്ടേൺ വരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹോം ഡെസ്റ്റിനേഷൻ ഇപ്പോഴും സെറ്റ് ചെയ്തേക്കുന്നത്. ഇല്ലാതെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ട്രിപ്പ് അടിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പിന്നെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 5:34, ഞാനൊരു 6 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാന്ന് വെച്ചാണ്. ഇപ്പോൾ അതെ ചാർജ് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ അതെ നമ്മൾ പവർ ബാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പവർ ബാങ്ക് ഉണ്ട്. അത് ട്രിപ്പ് കുറയണ സമയത്ത് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പവർ ബാങ്ക് മേടിച്ചോട്ടോ. അത് ഇപ്പോൾ യൂസായി. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് 6 മണി കഴിഞ്ഞിട്ട് നോക്കാട്ടോ. 6 മണി കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നേരെ മൂവിങ് ആണ്, ഇത് ഡെസ്റ്റിനേഷൻ വെച്ച് തന്നെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണതാണ് ഇപ്പോഴും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇപ്പം സമയം 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടോ. ഇത്ര നേരമായിട്ട് ഒരു ചെറിയൊരു ലോക്കല് പോലും അടിച്ചിട്ടില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മറ്റേ ഇതിലടിച്ചായിരുന്നു, നമ്മുടെ ട്രിപ്പ് റഡാറിൽ ഒരു ട്രിപ്പ് വന്നായിരുന്നു. പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല. നമ്മൾ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അതിനകത്ത് ഡ്രൈവർ എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവേർട്ടായി പോയി. അപ്പോൾ ഇന്ന് വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം വെച്ചാൽ രാവിലെ ഇറങ്ങി ഉച്ചവരെ ഏകദേശം 1000 രൂപക്ക് 1100-1000 ആ റേഞ്ച് എത്തിയപ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ് വന്നത്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഉച്ചേനിട്ട് നല്ല ട്രിപ്പാണ്. പക്ഷെ ഉച്ചേനിട്ട് ആണെങ്കിൽ ഒരു ചെറിയൊരു 100 രൂപയുടെ ട്രിപ്പ് പോലും കിട്ടിയില്ല എന്ന് അറിയുമ്പോഴാണ് ഭയങ്കര ഇതായത്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കണത് എടപ്പള്ളി സൈഡാണ്. എടപ്പള്ളി മറ്റേ ചേരാനല്ലൊരു ആ റേഞ്ചിലാണ് നിൽക്കണത്, അതായത് നമ്മുടെ തുരങ്കത്തിൻ്റെ അവിടെയായിട്ട്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ കാലി അടിക്കേണ്ടി വന്നാൽ പോലും ഓവറായിട്ട് അത്ര കാലി അടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഉച്ചയായിട്ട് ഒരു ട്രിപ്പ് പോലും കിട്ടാത്ത, അതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം നമ്മൾ അറിഞ്ഞു ഓടാൻ വന്നപ്പോൾ ട്രിപ്പ് കിട്ടണില്ല. എന്നാൽ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് കൊടുക്കത്ത ട്രിപ്പാണ് എന്താള്ളേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിക്ക് വല്ല ട്രിപ്പും കിട്ടിയാൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. അഥവാ പോകുന്ന വഴിക്ക് ട്രിപ്പ് കിട്ടിയാൽ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്കാണ് പോണത്. ഓക്കെ, കണ്ട ഫ്രണ്ട്സ്, ഡെസ്റ്റിനേഷൻ ഹാസ് ടൈം ഔട്ട്. അതായത് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ, 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ടും കഴിയുമ്പോഴാണ്, 2 മണിക്കൂറല്ല കേട്ടോ, ഏകദേശം ഞാൻ 5 മണി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറും കണ്ടും കഴിയുമ്പോഴാണ് ഇവർ, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അത്രയും കണ്ടും കഴിയുമ്പോഴാണ് ഇവർ ടൈം ഔട്ടാക്കുന്നത് ഡെസ്റ്റിനേഷൻ്റെ. അപ്പോൾ അത്രയും ടൈം നിന്നിട്ട് പോലും ഒരു ട്രിപ്പ് പോലും ഡെസ്റ്റിനേഷൻ്റെ ഭാഗത്തേക്ക് ഇല്ലേ എന്നാണ് എൻ്റെ ഡൗട്ട്. ഇല്ലാതിരിക്കൊന്നുമില്ല. കാരണം വെച്ചാൽ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ അമൃതയിൽ നിന്ന് എന്തായാലും ഒരു ട്രിപ്പെങ്കിലും ഉണ്ടാവും ആ ഭാഗത്തേക്ക്. ഇതതുപോലെ. അപ്പം നമുക്ക് വീണ്ടും ഡെസ്റ്റിനേഷൻ തന്നെ ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ എങ്ങോട്ട് പോകാനാണ്, വീട്ടിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും നോക്കിക്കോട്ടെ, ഇപ്പോഴും ഹോം ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇരുന്നേക്കണത്. അതായത് നമ്മൾ ഇവിടുന്ന് എടപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട അതേ ഡെസ്റ്റിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അവിടെ നിന്ന് ഇറങ്ങിയത് വീണ്ടും ടൈം ഔട്ട് കഴിഞ്ഞപ്പോൾ. ആ ഡെസ്റ്റിനേഷൻ തന്നെ, ആ ഹോം ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇപ്പോഴും വെച്ചേക്കുന്നത്. ഇതുവരെയായിട്ടും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് പോലും എടുത്തിട്ടില്ല. യൂബർ ഇനി ചത്തുപോയോ ഉച്ചയ്ക്ക് ശേഷം?
ഇനി വല്ല എററും കണ്ടാണ്. പക്ഷെ ഫൈൻഡിങ് ട്രിപ്സ് എന്ന് തന്നെയാണ് നമുക്ക് എഴുതി കാണിക്കുന്നത് കേട്ടോ, വേറെ ഇതൊന്നും കാണിക്കണില്ല. അപ്പോൾ ഇത് ഞാൻ ഇനി ഓഫാക്കിയാണ്, ഗോ ഓഫ്ലൈൻ. അതേപോലെ തന്നെ ഓല ക്യാബ് ഓൾറെഡി ഓഫായിട്ടുണ്ടാവണം കേട്ടോ. ഇത് പിന്നെ യാത്ര ക്യാബ്, ഇത് പിന്നെ ഇടയ്ക്കടിച്ചിട്ടുണ്ടായി, പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല കേട്ടോ. മീൻസ് അടിച്ചതെന്ന് പറയാനായിട്ട് ഈ 6 മണിക്ക് ശേഷം കൊണ്ട് അടിച്ചത് അല്ല, അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഇത് പിന്നെ ഓഫായിട്ടുണ്ട്. നമ്മുടെ ടൈം ഔട്ട് കഴിഞ്ഞാൽ അത് താനെ ഓഫാകും, അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് രാവിലെ എത്ര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്? 9 മണിക്ക്. 9 മണി തൊട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണ കണക്ക് വെച്ച് നോക്കുമ്പോൾ 6 മണി, 9 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം 9 മണിക്കൂർ നിന്നിട്ട് 1750 രൂപയാണ്. അതിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഏകദേശം ഉച്ചക്ക് 1 മണി വരെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഏകദേശം 1001, അതായത് ആ ഉച്ചവരെയുള്ള ഓട്ടത്തിൻ്റെ കാശാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്തിട്ട് ഈ നേരം വരെ ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് കോമഡി. എന്താണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയെന്ന് അറിയത്തില്ല കേട്ടോ. സാധാരണ ഒരു ട്രിപ്പ് പിക്ക് ടൈം ആകുമ്പോഴത്തേക്ക്, അതായത് ഓഫീസ് ടൈം അല്ലെങ്കിൽ സ്കൂൾ ടൈം അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ ട്രിപ്പെങ്കിലും അടിക്കേണ്ടതാണ്. ഇന്ന് അതുപോലും ഉണ്ടായില്ല. അപ്പം എന്താണ് പിന്നെ എറർ വല്ലതാണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നാളെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ നാളെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും, നോക്കാം. അത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പിന് പോയത്, ഒരുവിധം ട്രിപ്പ് അടിക്കുകയും ചെയ്ത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങിയപ്പോൾ ഉച്ചവരെ നല്ല ഓട്ടമായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഓട്ടം അടിച്ചിട്ടേ ഇല്ല. അടിച്ചതാണെങ്കിൽ ട്രിപ്പ് റഡാറിലാണ് അടിച്ചത്, അത് കിട്ടിയതുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാഡായിരുന്നു. നമുക്ക് എന്നിരുന്നാലും നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് ലാഭം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ആയാലും ഒരു 600 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 50 രൂപ നോക്കണ്ട, കാരണം 49 രൂപ ഫീസ് പോകും. അപ്പോൾ നമുക്ക് 600 രൂപ ഇന്നത്തെ ദിവസം ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇരുട്ടായി വന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോഴേ ഗുഡ് നൈറ്റ് പറയാം. അഡ്വാൻസ് ഗുഡ് നൈറ്റ് ആണേ.